ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 40 ദിവസം ഇനി എന്തായാലും പ്രചരണ രംഗത്ത് ലഭിക്കുന്ന സാഹചര്യം. 41ാം ദിവസം വോട്ടിടും. അതിനുശേഷവും പിന്നീട് 39 ദിവസത്തിന്റെ കാത്തിരിപ്പ് വേണം ആര് രാജ്യം ഭരിക്കും എന്നറിയാൻ. ഇവിടെ കേരളത്തിൽ 2 മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. നിങ്ങളുടെ 4 സ്ഥാനാർത്ഥികൾ കൂടി വന്നാൽ മാത്രമേ ചിത്രം പൂർത്തിയാകുകയുള്ളൂ. പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെ കൊല്ലം, എറണാകുളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് നിങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. പ്രചാരണ രംഗത്ത് നിങ്ങൾ പിന്നോക്കം പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത്? രേണുക, ഇത് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കുന്ന അതിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു അജണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഐഡിയ നിശ്ചയിക്കുന്നു എന്നുള്ള ആരാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി രണ്ടാമത്തെ ഏത് കേരളത്തിലെ സംബന്ധിച്ചോളം രാഷ്ട്രീയ വോട്ടാണല്ലോ കൂടുതൽ കിട്ടുന്നത്. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട ആരാണ് നിശ്ചയിക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്? അത് കേരളത്തിൽ പോലും ഇന്ന് BJP ആണ് അജണ്ട നിശ്ചയിക്കുന്നത്. കാരണം അതിപ്പോ രാമക്ഷേത്രമായിരുന്നാലും അതിനുശേഷം CA ആയിരുന്നാലും അതുപോലെ നേതാക്കളുടെ വോട്ടായാലും കേരളത്തിൽ ഒരുപക്ഷെ ഒരു തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈം മണ്ഡലങ്ങൾ ഏതാണ്, സ്റ്റാർ മണ്ഡലങ്ങൾ ഏതാണ്? അത് തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയൊക്കെയായി മാറുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികൾ എവിടെ വരുന്നോ ആ മണ്ഡലങ്ങളാണ് സ്റ്റാർ ക്യാമ്പയിനിങ് ആയി മാറുന്നത് എന്നതൊക്കെ മനസ്സിൽ വെച്ചാൽ BJP ആണ് അജണ്ട നിശ്ചയിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുമ്പോൾ നമുക്കറിയാം EP ഒക്കെ പറഞ്ഞത് കാൻഡിഡേറ്റ് എത്രത്തോളം മികച്ച കാൻഡിഡേറ്റുകളാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇദ്ദേഹം EP തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിക്കുന്ന പാർട്ടി ഏത്? 2, തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്കെതിരെ മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം നോക്കൂ. തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ 2 നേതാക്കളും പറഞ്ഞത് ഒരു 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ പറയുന്ന ഒരു ആരോപണമാണോ? ഭരണവിരുദ്ധ തരംഗമില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? ഒരു അഴിമതി ആരോപണമില്ല, ഇതുവരെ വികസനത്തിനെതിരെയോ മറ്റു കാര്യങ്ങളോ പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കും, അതുപോലെ തന്നെ മതനിരപേക്ഷതയെ ഞങ്ങൾ സംരക്ഷിക്കും. ഞാൻ അങ്ങോട്ട് അത് ഞാൻ വരാം, ഞാൻ ആ കണക്കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അല്ല, രക്ഷിക്കുമെന്ന് ഇലക്ട്രൽ ബോണ്ടിനല്ല രക്ഷിക്കുന്നു, ഭരണഘടനയെ രക്ഷിക്കും, മതനിരപേക്ഷത പിടിച്ചു നിർത്തും, RSSനെ തടയും. ഇതല്ലാതെ മറ്റുള്ള കാര്യമൊന്നും പറയാനില്ല. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം അതിലും വിചിത്രമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അത് അമിത്ഷാ പറഞ്ഞതാണ്. ഇലക്ട്രൽ ബോണ്ടിന് എന്താ പ്രശ്നം? CPM ആണ് ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ വലിയ കേസുമായി പോയത്. സത്യത്തിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ CPMന് പോകാനുള്ള അവകാശമില്ല. അവര് സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് 1 രൂപ മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോ രേണുക DMK എന്ന് വിചാരിക്കൂ, ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് നിങ്ങൾ 306 കോടി മേടിക്കുന്നു, അതിൽ നിന്ന് 25 കോടി CPM ആയ ഞാൻ വാങ്ങിക്കും. പക്ഷെ എന്നിട്ട് പറയും രേണുക 250 കോടി മേടിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് മേടിച്ചത് ശരിയല്ല എന്ന് പറയും. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? DMKയിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് തർക്കം കാര്യം അവർ ചൂണ്ടിക്കാട്ടിയത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ല, അവര് ചൂണ്ടിക്കാണിക്കുന്ന കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ ഇവരെന്താ ബക്കറ്റ് ഉരുവാണോ? ഇന്ത്യ മുഴുവൻ ചെയ്യുന്നത് ബക്കറ്റ് ഉരുവാണോ? ഈ അടുത്ത ആരോപണം നോക്കൂ. നിങ്ങൾ ഈ ആരോപണം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ആരോപണം പറയണ്ടേ? BJPക്ക് എത്രയെ കിട്ടി ഇലക്ട്രൽ ബോണ്ടിൽ? BJPക്ക് ടോട്ടൽ തുകയായ 20,000 കോടിയിൽ ഏതാണ്ട് 6,000 കോടി BJPക്ക് കിട്ടി. 14,000 കോടി രൂപ കിട്ടിയത് പ്രതിപക്ഷ കക്ഷികൾക്കല്ലേ? BJPക്ക് എത്ര MP ഉള്ളത്? 303 MP. പ്രതിപക്ഷത്ത് എത്രയുള്ളത്? 242 MP. അപ്പൊ 242 14,000 ഡിവൈഡഡ് 242 ഏതാണ്ട് 60 കോടി രൂപ ഒരു MPക്ക്. BJPയുടെ 303 ഡിവൈഡഡ് ബൈ 60,000 വെറും 20 കോടി രൂപ. അപ്പൊ ആരാ കൂടുതൽ അഴിമതി കാണിക്കാൻ സഹായിച്ചേക്കണത്? MLAമാരുടെ കണക്ക് ഇതിനേക്കാൾ ഭീകരമായിരിക്കും. 1443 MLAമാരുണ്ട് BJPക്ക്. കോൺഗ്രസിന് അതിന്റെ വാങ്ങിയിട്ടുള്ളവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നൊക്കെ അറിയാമല്ലോ. MLAമാരുടെ എണ്ണം നോക്കി വീതം വെച്ച് കൊടുക്കുന്ന തരത്തിലാണോ ഇത്? നമ്മളുടെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പോകാൻ പറ്റാത്തത്. ശ്രീ PR ശിവശങ്കർ, എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലും പുറത്തു വന്നിട്ടില്ല.
ആർക്ക് വേണ്ടിയാണ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്നതൊക്കെ ചോദ്യമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആരോപണങ്ങളേ ഇല്ല, നിങ്ങളുടെ നേരെ ആരും വിരൽ ചൂണ്ടുന്നില്ല എന്ന ആരോപണം വസ്തുതയല്ല എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, ആ പറഞ്ഞതും വസ്തുതയല്ല. കോൺഗ്രസിന് MP-മാരെ കിട്ടാത്ത എന്റെ കുഴപ്പമാണോ? അവർക്ക് 55 കിട്ടിയുള്ളൂ, എന്നിട്ടും കിട്ടി ഇത്രയും തുക. മുഴുവൻ പ്രതിപക്ഷത്തെ വെച്ച് കഴിഞ്ഞാൽ 14,000 കോടി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ആരാ കൂടുതൽ മേടിച്ചത്? 6 MLA-മാരുടെ എണ്ണം, പിന്നെ പാർട്ടി മെമ്പർമാരുടെ എണ്ണം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഞങ്ങൾ. അപ്പൊ ജനങ്ങൾ ഞങ്ങൾക്കല്ലേ പൈസ തരുള്ളൂ. പിന്നെ ഇനി ബാക്കിയുള്ള കണക്ക് വരട്ടെ, നമുക്ക് നോക്കാം. അവർക്ക് പണം മേടിച്ചു എന്നൊന്നും ഉള്ള ആരോപണം ഉന്നയിക്കാൻ താങ്കളെ സംബന്ധിച്ചാവില്ലല്ലോ. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നിങ്ങളുടെ 4 സീറ്റ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്നതൊക്കെ ആയിരുന്നുവല്ലോ പറഞ്ഞു വന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സീറ്റ് BDJS-ൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയാണ്. അതോ ഇനി ആരെങ്കിലും കാശ് കൊടുത്ത് മേടിക്കാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? എന്ത് മണ്ടത്തര കുട്ടി പറയണം. BJP-യിൽ നിന്ന് CPM-ലേക്ക് പോയാൽ കാശ് കൊടുത്ത് മേടിച്ചതാണോ? കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പോയാൽ കാശ് കൊടുത്ത് മേടിച്ചതല്ല. കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും BJP-യിൽ നിന്ന് വന്നാൽ കാശ് കൊടുത്ത് മേടിക്കും എന്നുള്ളൊരു അബദ്ധധാരണ കേരളത്തിലെ അവതാരകർക്ക് എന്തുകൊണ്ടോ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മായൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും അതൊക്കെ തുടർന്നോളൂ. പക്ഷേ അപ്പോൾ കോൺഗ്രസും CPM-ലും പണം കൊടുത്താൽ മാറുന്ന നേതാക്കൾ ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ് മറ്റു വിധത്തിൽ. BJP-യിലേക്ക് വന്നാൽ മാത്രം പണം കൊടുക്കുന്നു. അത് തിരിച്ച് BJP-യിൽ നിന്ന് CPM-ലേക്ക് പോയ നേതാക്കളില്ലേ? CPM-ൽ നിന്ന് BJP-യിലേക്ക് വന്ന നേതാക്കളില്ലേ? CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ നേതാക്കളില്ലേ? ഇവർക്കൊന്നും ആ നിയമം ബാധകവുമല്ല. ഇതൊക്കെ ആരോടാ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ കേൾക്കുന്നതല്ലേ ഇതല്ല. നിങ്ങളൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് സംസ്ഥാനത്തെ കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും BJP-ക്കെതിരെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭരണഘടന, മതനിരപേക്ഷത, RSS, ഹിന്ദുരാഷ്ട്രം ഇതെല്ലാം 2014 പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. 2019 പറഞ്ഞു. ബീഫും അതുപോലെ തന്നെ കുറെ പശുവിന്റെ കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതും കൂടെ മാറ്റിയിട്ട് ഭരണഘടന പറയുന്നു. അല്ലാണ്ട് തിരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾക്ക് 80 കോടി ജനങ്ങൾക്ക് അരി നൽകിയ സർക്കാർ, ഇവിടെ ജനൌഷധി ഏതാണ്ട് എല്ലാ ജില്ലകളിലും നടപ്പാക്കിയ സർക്കാർ, ഏറ്റവും കൂടുതൽ ആശുപത്രികൾ നിർമ്മിച്ച സർക്കാർ, ഏറ്റവും കൂടുതൽ റെയിൽവേ ലൈനുകൾ നിർമ്മിച്ച സർക്കാർ, ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയ സർക്കാർ, അങ്ങനെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തുന്ന 8% GDP വളരുന്ന ലോകത്തിലെ 5ാമത്തെ വലിയ ധനശക്തിയായ സർക്കാർ. ഈ സർക്കാരിന്റെ വികസനങ്ങൾ കാണാതെ ഇന്ത്യയുടെ തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്കും രാഷ്ട്രീയം മനസ്സിലാകുന്ന, സാമ്പത്തിക സ്ഥിതി അല്പമെങ്കിലും മനസ്സിലാവുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യയുടെ വളർച്ച ഈ കഴിഞ്ഞ 10 വർഷത്തിൽ എങ്ങനെയാണ് നടന്നതെന്ന്. അത് ചിലവർക്ക് മാത്രം യാത്ര ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന അഭിപ്രായമായിരിക്കാം. പക്ഷേ സുപ്രീം കോടതി പോലും ഈ പല ചർച്ചകളിലും, കേരളം ഇത്തവണ കടം മേടിച്ച ചർച്ചയിൽ പോലും ശ്രീ കാന്ത്, സുപ്രീം കോടതി ജഡ്ജി തന്നെ കേരളത്തിലെ കപിൽ സിബലിനോട് അരക്കെട്ടുറപ്പിച്ച് പറഞ്ഞ കാര്യമാണ് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയമില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്തരം ചർച്ചയ്ക്ക് ഇവർ അടിത്തറ പാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.